ഞാൻ ഈ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴുള്ള എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു. അതായത് നമ്മൾ ഈ സഞ്ചാരം കാണുന്ന ഒച്ച കേൾക്കുന്ന ആളല്ല യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് എന്നുള്ളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം. ഈ ആൾ എന്തായിരിക്കും ഈ ആളുടെ ശബ്ദം തന്നെ ഇതിന് കൊടുക്കാതിരുന്നത് എന്ന എല്ലാ കാലത്തും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷം സാർ ഇങ്ങനെ സ്ക്രീനുകളിലേക്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ആള് എന്ന് കണ്ടത്. സത്യത്തിൽ എന്തുകൊണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ അത് ചെയ്യാമെന്ന് തോന്നാതിരുന്നത്? ഈ സ്വന്തം ശബ്ദത്തിൽ പരിപാടികൾ വന്നു തുടങ്ങിയത് എന്നാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ വ്ളോഗുകളൊക്കെ തുടങ്ങിയപ്പോഴാണ്. അതിനു മുമ്പുള്ള ഡോക്യുമെന്ററികൾ കാണുന്ന ശീലം പൊതുവെ ആളുകൾക്കില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണാൻ വഴിയില്ല. അപ്പോൾ ഈ ഡോക്യുമെന്ററികൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗം തന്നെയുണ്ട്. വോയിസ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ഇൻഡസ്ട്രിയിൽ. എന്താണ് അവരുടെ ജോലി അപ്പോൾ? വോയിസ് ആർട്ടിസ്റ്റുകളുടെ ഇത്തരം പരിപാടികൾക്ക് ശബ്ദം കൊടുക്കലാണ് അവരുടെ ജോലി. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഈ വ്ളോഗ് എന്ന് പറയുന്ന ഒറ്റയ്ക്കൊരു ക്യാമറയും പിടിച്ചു പോയി അവനവന്റെ ശബ്ദത്തിൽ അപ്പം തന്നെ കാര്യം പറയുന്നതല്ല ഡോക്യുമെന്ററി സ്വഭാവം. ഡോക്യുമെന്ററി ഷുഡ് ബി എ റിസർച്ച്ഡ് വൺ. അത് ഡെപ്ത് ഉള്ളതായിരിക്കണം, അത് ആധികാരികമായിരിക്കണം. അപ്പോൾ അതിന് പണ്ട് മുതലുള്ളൊരു സിസ്റ്റം ഇപ്പോഴും ഡോക്യുമെന്ററികൾ നമ്മൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഡോക്യുമെന്ററികൾക്ക് ശബ്ദം കൊടുക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഡോക്യുമെന്ററീസ് ആണെങ്കിലും മറ്റ് ഭാഷകളുടെ ഡോക്യുമെന്ററീസ് ആണെങ്കിലും ആ ഷൂട്ട് ചെയ്യുന്ന ആൾ തന്നെ അവിടെ ഇരുന്ന് കാഷ്വലായിട്ട് അങ്ങ് പറയലല്ല. അത് വ്ളോഗുകളുടെയും ഒരു ലൈറ്റർ വേർഷൻ പരിപാടികളുടെയും സ്വഭാവം. അത് സീരിയസ് വേർഷൻ ഉള്ള പരിപാടികൾക്കൊക്കെ ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആയിരിക്കും ശബ്ദം കൊടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഏത് ഡോക്യുമെന്ററി എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊരു ഡോക്യുമെന്ററി, ട്രാവൽ ഡോക്യുമെന്ററി ആയിട്ടാണ് തുടങ്ങുന്നത്. ട്രാവലോഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, വ്ളോഗ് അല്ല. ഈ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് 2017 ശേഷം ഉണ്ടായ വാക്കുകളാണ്. നമുക്ക് കുറേ കൂടെ ചരിത്രബോധം വേണം. നമ്മളൊരു 10, 30, 40 കൊല്ലം അല്ലെ 100 കൊല്ലം മുമ്പോട്ട് നോക്കിയാലും ഈ ഡോക്യുമെന്ററികളുണ്ട്, ഒരു ട്രാവൽ ഡോക്യുമെന്ററികളുണ്ട് ലോക ചരിത്രത്തിൽ. ഇപ്പോൾ ഫിലിമിലായിരുന്നു അന്നൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ ടെലിവിഷന് വേണ്ടി ആ ട്രാവൽ ഡോക്യുമെന്ററിയെ ട്രാവലോഗാക്കി മാറ്റിയത് 97-ലാണ്. അതായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ട്രാവൽ ലോഗായിട്ട് ചെയ്തത് നമ്മുടേതാണ്, സഞ്ചാരമാണ്. അപ്പോൾ അത് 2001 മുതൽ സംപ്രേഷണം ചെയ്യുമ്പോഴൊക്കെ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ്, വോയിസ് ഓവർ ആർട്ടിസ്റ്റാണ് അതിന് ശബ്ദം കൊടുക്കുക. കാരണം അതിന് അന്നത്തെ ഒരു മാനദണ്ഡം അനുസരിച്ചും ഇപ്പോൾ ടെലിവിഷൻ ചാനലൊക്കെ സംപ്രേഷണം ചെയ്യണമെങ്കിൽ ആ ടെലിവിഷൻ ചാനലിന് സ്യൂട്ടബിൾ, അവരെ അപ്രൂവ് ചെയ്യുന്ന, അവർ അംഗീകരിക്കുന്ന ഒരാളുടെ ശബ്ദം കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ദൂരദർശനിലൊക്കെ ആണെങ്കിൽ അന്ന് ഒരു ഡോക്യുമെന്ററി നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആ ശബ്ദം ശരിയല്ലെങ്കിൽ അവർ മാറ്റിക്കൊണ്ടുവരാൻ പറയും. അന്നത്തെ മാനദണ്ഡങ്ങൾ അതാണ്. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രിയുടെ മാനദണ്ഡം അനുസരിച്ചാണ് സഞ്ചാരം ഉണ്ടായത്. പിന്നീടാണ് അതിന്റെ ലൈറ്റർ വെർഷനായിട്ട് വ്ളോഗുകളും ട്രാവൽ വ്ളോഗുകളൊക്കെ വന്നത്. അപ്പൊ ഇന്നത്തെ ട്രാവൽ വ്ളോഗുകളുമായിട്ട് അന്ന് തുടങ്ങിയ സഞ്ചാരത്തെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല.